നമസ്കാരം. കേരള പച്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കവിയും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ബിനീഷ് പുതുപ്പണമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. നമസ്കാരം സർ. ഒരു എഴുത്തുകാരനാണ്, അതോടൊപ്പം തന്നെ ഒരു അധ്യാപകനും കൂടിയാണ്. അപ്പോൾ ഒരു അധ്യാപകനായിരിക്കുക എന്നുള്ളത് എഴുത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? കാരണം അങ്ങയുടെ പുസ്തകങ്ങൾ മധുരവേട്ടയാണെങ്കിലും പ്രേമനഗരമാണെങ്കിലും ഒക്കെ തന്നെ പൊതുവിൽ കുറച്ച് യുവാക്കളുടെ ഇടയിലൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ചർച്ചയായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ശരിക്കും വിദ്യാർത്ഥികളുടെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് എഴുതിയത് കൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ല, അങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കി എഴുത്ത് എന്നൊന്നല്ല, മറിച്ച് നമ്മൾ മറ്റ് തൊഴിലിനെ അപേക്ഷിച്ച് അധ്യാപനത്തിൻ്റെ ഗുണം നമ്മൾ കുറച്ചുകൂടി ഒരു എല്ലാ കാലത്തും വളരെ ജീവനുള്ള സ്ഫുരണം തുളുമ്പുന്ന മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അവർ അപ്ഡേറ്റ് ആണ് ഓരോ കാര്യത്തിലും. വിദ്യാർത്ഥികൾ നമുക്കറിയാം, ഈ കാലം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് എല്ലാത്തിലും അപ്ഡേറ്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മടിപിടിച്ചിരിക്കാൻ പറ്റില്ല, അതുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മുടെ വായനയിലും നമ്മുടെ മറ്റെല്ലാ സാമൂഹിക സാംസ്കാരിക ബോധ്യങ്ങളിലും അത് വന്നു ചേരും. സ്വാഭാവികമായിട്ടും തമ്മിലൊരു ലിങ്ക് രൂപപ്പെടും. കാരണം നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ ചെല്ലുന്നു, സംസാരിക്കുന്നു, അവർ തിരിച്ച് സംസാരിക്കുന്നു. ഇതിനിടയിലുള്ള വലിയൊരു വൈകാരിക ബന്ധം കൂടി ഉണ്ടല്ലോ. ആ ബന്ധം നമ്മളെ സ്വാധീനിക്കും. സ്വാഭാവികമായിട്ടും നിരന്തരമായുള്ള പുതിയ വായനകൾ നമുക്ക് ആവശ്യമായി വരും. പഴയ വായന ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി തുടർന്ന് പഠിക്കുന്ന കാലം മുതൽ തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ളൊരു ചേർച്ചയുണ്ട്. അത് നമ്മുടെ എഴുത്തിനെ പല വിധത്തിൽ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഒരു പക്ഷെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അതൊരു പക്ഷെ എനിക്ക് വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയില്ല. ഇതൊരു പുതിയ കാലത്ത് അത് വായിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാവും. ഇപ്പൊ ഇതെങ്ങനെ എന്നെ സ്വാധീനിച്ചു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇത് ഈ പുസ്തകം വായിക്കുന്ന മറ്റൊരാൾക്കാണ് എന്തായാലും സ്വാധീനം ഉണ്ടാവും. അത് എന്നെ എന്നല്ല, ഇപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും ആ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ പശ്ചാത്തലം, റെയിൽവേയുടെ ജീവിതം, എല്ലാവരും എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ പ്രവാസിയായ എഴുത്തുകാരെ സംബന്ധിച്ച് അവരുടെ പ്രവാസ ജീവിതം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കേവലമായൊരു തൊഴിൽ മാത്രമല്ലല്ലോ അധ്യാപനം എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എഴുത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം അങ്ങ് പഠിച്ച ഒരു കാലഘട്ടമല്ല, പൊതുവിൽ കുറച്ചുകൂടി സ്പീഡായിട്ട് ഡാറ്റ കിട്ടുന്നൊരു സമയമാണ്. അത് യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് അനുഭവിച്ച് ശീലിച്ചൊരു സമൂഹം എന്നുള്ള രീതിയിൽ പലപ്പോഴും വലിയ പുസ്തകങ്ങളിൽ അഭയം തേടാൻ മടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു റിസർച്ചിൻ്റെ ആവശ്യമായിട്ടാണെങ്കിലും ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ വലിയ വലിയ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാലായിരിക്കാം അതിൽ നിന്ന് വളരെ കുറച്ചെങ്കിലും ഒരു ഡാറ്റ കിട്ടുന്നത്. അതേസമയം ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ AI ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ തന്നെ കുറച്ച് നേരം എഫേർട്ട് എടുത്താൽ തന്നെ നമുക്ക് വേണ്ട അത്രയും ഡാറ്റ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളിലെ വായനാശീലം, ഞാൻ ഒരു വായന എന്നുള്ളതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും അതോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടി കൂടുതൽ വായിക്കുക എന്നുള്ളതൊരു ഉള്ളിൽ കടന്നുള്ളൊരു വായന എന്നുള്ളത് എത്രത്തോളം മാറിയിട്ടുണ്ട്? അതിലൊരു കുറവ് സംഭവിച്ചായിട്ട് തോന്നുന്നുണ്ടോ? അതെനിക്ക് അതെല്ലാ കാലത്തും അതിൻ്റെ ഒരു ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് പക്ഷെ പുതിയ കാലത്ത് വായന ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്ന് പുസ്തകങ്ങളുടെ എണ്ണം തന്നെ എടുത്തു നോക്കിയാൽ മതി. പുതിയ കാലത്ത് വായന ശക്തമായിട്ടുണ്ട്, പക്ഷെ അത് ഏത് തരത്തിലുള്ള വായനയാണെന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഗൗരവമായ ഒരു ഗവേഷണ രീതി കുട്ടികളിൽ പൂർണ്ണമായും അവലംബിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ഒരു സംശയമായിരിക്കും. അതെല്ലാ ആളുകളിലേക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചിലരെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇന്നുള്ള വായന ക്യാമ്പസിനകത്തായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ക്യാമ്പസിനകത്ത വായന ഇതുപോലെയാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന, അവരുടെ ഒരു വൈകാരികമായ ബന്ധം എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന പുസ്തകങ്ങൾക്കാണ് കൂടുതൽ വായന ഉണ്ടാകുന്നത് ക്യാമ്പസുകൾക്കകത്ത്. പക്ഷെ ക്യാമ്പസുകൾക്കകത്ത് വായനയുടെ വലിയ ലോകമുണ്ട്, അതില്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ പ്രണയദിനത്തിന് പോലും നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള എൻ്റെ ഒന്ന് സ്വപ്നത്തിൽ പ്രേമദിനം എന്നൊരു സാധനം ഇല്ലായിരുന്നു അല്ലേ? എന്നാൽ ഇക്കാലത്ത് നോക്കൂ, പ്രണയദിനത്തിന് ക്യാമ്പസുകൾക്കകത്ത് വളരെ വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹ്യമായ ബോധ്യമൊക്കെ ഉണ്ട്. പകരം അവര് ആ പ്രണയദിനത്തിന്, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ക്യാമ്പസിൽ തന്നെ പ്രണയദിനത്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്, യൂണിയന്റെ പരിപാടി നടക്കുമ്പോൾ അവരെ പുസ്തകങ്ങളൊക്കെ കൈമാറുന്നു. അപ്പൊ ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, ഇതെന്താണ് പുസ്തകം, സാധാരണ പൂവൊക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ ട്രെൻഡ് ഇതാണ്. ഇപ്പൊ പുസ്തകങ്ങളുടെ ഒരു ലോകം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പസുകൾക്കകത്തുണ്ട്. പക്ഷെ നേരത്തെ ഇപ്പൊ സ്നേഹ സൂചിപ്പിച്ചതുപോലെ ഗൗരവമായ ഒരു ഗവേഷണ ത്വരയുള്ള
ഒരു ചിന്ത പലർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഗവേഷണ മേഖലയെക്കുറിച്ചല്ല, പൊതു ക്യാമ്പസുകൾ, ഇപ്പോൾ ഡിഗ്രി PG പോലുള്ള ക്യാമ്പസുകൾക്കകത്ത് അത്തരം ഒരു രാഷ്ട്രീയമായ വായനകൾ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ബോധ്യം തുളങ്ങുന്ന വായനകൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമാണ്. എന്നാലും അവർ വായിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് വായന ഇത്ര ജനകീയമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം, എഴുത്ത് പോലും ചുരുക്കം. എന്നാൽ ക്യാമ്പസുകൾക്കകത്ത് ഇന്ന് എഴുത്തും വരുന്നു. ഭൂരിപക്ഷ എഴുത്തുകാരുടെയും രീതി നോക്കിയാൽ മതി. നമ്മൾ ക്യാമ്പസുകൾക്കകത്തു നിന്നുണ്ട് കവികൾ ഒരുപാടുണ്ട്, നോവലിസ്റ്റുകളുണ്ട്, ഒരുപാട് പേര് പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. ക്യാമ്പസിലകത്ത് അതിന്റെ പ്രകാശനങ്ങൾ സാധ്യമാവുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനും കാര്യങ്ങൾ അറിയാം, നമുക്ക് പരിഹാരം അവിടെ ആവശ്യമാണ്. അത്തരത്തിലുള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ വായനകൾ, രാഷ്ട്രീയമായ ബോധ്യത്തോടു കൂടിയുള്ള വായനകൾ പരിമിതമാകുന്നുണ്ട് പൊതുവെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സാംസ്കാരിക രംഗം വലിയ രീതിയിൽ കച്ചവടവൽക്കരിക്കുന്നു. അതുപോലെ തന്നെ പലരുടെയും പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ പലരുടെയും പ്രൊപ്പഗണ്ട പുറത്തെത്തിക്കാനുള്ളൊരു ഉപാധിയായിട്ട് ഇപ്പോൾ സിനിമയായിക്കോട്ടെ, ഈ പറയുന്ന പുസ്തകങ്ങളായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, ഇതൊക്കെ മാറുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള സ്റ്റോറി എന്നുള്ള ഒരു സിനിമ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളക്കരയാകെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളെക്കൊണ്ട് പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇന്നലെ നടന്നിട്ടുള്ള ആ ഒരു വാർത്ത തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഇതിന് പ്രദർശനാനുമതി കൊടുത്ത ആ ഒരു ഹൈക്കോടതിയിലെ ആ ഒരു ഡിവിഷൻ ബെഞ്ചിലെ അംഗത്തിന് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമനം ലഭിക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നില്ല. അത് എത്രത്തോളം ഈ ഒരു സാംസ്കാരിക മേഖലയെ വിഴുങ്ങുന്നു എന്നാണ് തോന്നുന്നത്? നമുക്കത് പൊതുവായിട്ട് നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഒക്കെ ഇത്തരം കാര്യങ്ങളെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയും. പക്ഷെ ഭരണകൂടം തന്നെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രതിരോധത്തിന് എത്ര ശക്തി ഉണ്ടാവും എന്നുള്ള പ്രശ്നമാണ്. കാരണം ഭരണകൂടം എല്ലാത്തിലും ഇടപെടുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ തീർച്ചയായും പരിമിതികൾ രൂപപ്പെട്ടു. എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ സാംസ്കാരിക മേഖലയെ തന്നെ വിലക്കെടുക്കുന്ന തരത്തിലുള്ള, ഇപ്പോൾ നോക്കിയാൽ മതി, ഏറ്റവും പുതിയ കാലത്തെ വലിയ എഴുത്തുകാർ ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ്? ഇപ്പൊ സാംസ്കാരിക മേഖല ഓരോ ആളെയും വിലക്കെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം നിലവിലുണ്ട്. അത് എനിക്കൊന്ന് ഭരണകൂടം ഇടപെടുമ്പോൾ എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പൊ കൂടുതൽ ഭരണകൂടം തന്നെ കുറെ മതബോധം കൂടിയുള്ള ഒരു ഭരണകൂടമായി മാറുമ്പോൾ അതിനൊരു ശക്തി കൂടും. അതിനെ പ്രതിരോധിക്കാനുള്ളൊരു, എനിക്കൊന്ന് കേരളത്തിലാണ് അങ്ങനെ ഒരു പ്രതിരോധം കൂടുതൽ സാധ്യമാവുന്നു. കേരളത്തിലല്ല കേരള സ്റ്റോറിയെ കുറിച്ച് മറ്റേതെങ്കിലും ഒരു നാടിനെ കുറിച്ച് അതവിടെ ചിലപ്പോൾ ആഘോഷിക്കപ്പെട്ടേക്കാം. നമ്മൾ വളരെ ഈ സാമൂഹ്യ ബോധ്യമുള്ളവരായതുകൊണ്ട്, മതേതര സ്വഭാവമുള്ള ആളുകളായതുകൊണ്ട് അതിനെ എന്നാലും അത്തരം പ്രതിരോധങ്ങളെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതും പ്രശ്നമാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ഉള്ളൊരു പ്രശ്നം കൂടിയാണ്. മറ്റേ അതിൻ്റെ ഒരു പരിമിതി കൂടിയാണ്. എന്നാലും അത്തരം പരിമിതികൾ മറികടന്നുകൊണ്ട് കേരളത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. അത് എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, സാംസ്കാരിക മേഖലയിലായാലും ശരി, മറ്റേത് കലാകാരന്മാരും സാഹിത്യകാരന്മാരും അധ്യാപകരും എല്ലാവരും നമ്മുടെ സർക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഇത്തരം ഒരു മതവൽക്കരിക്കാനുള്ളൊരു ശ്രമത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും കേരളം ഒരു ബദലാണ് എന്ന് നമുക്ക് പറയാം, സംശയമില്ല. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ സംസാരിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഇപ്പോൾ ഒരുപാട് പേരെ നമുക്കറിയാം. ഗോവിന്ദ് പൻസരെ പോലെയുള്ള, ഗൗരി ലങ്കേഷിനെ പോലെയുള്ളവരൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക മേഖലയ്ക്ക് നൽകുന്നൊരു പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഇപ്പോൾ പയ്യന്നൂർ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നഗരസഭയാണ് ഒരു ഫെസ്റ്റിവൽ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ DC ബുക്സിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയാലും, അതുപോലെ തന്നെ നിയമസഭയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയാലും, ബിനാലെ ആയാലും, അത്തരത്തിൽ സാംസ്കാരിക മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നു? അത് ഒന്നും വേണ്ട, കഴിഞ്ഞൊരു 10 വർഷത്തെ കാലത്തെ നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ മതി. ഇപ്പൊ നിയമസഭ എടുക്കുക, നിയമസഭ ഇവിടെ ഉണ്ടായിരുന്നു, പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിയമസഭയെയും പുസ്തകത്തെയും ചേർത്ത് വെച്ച്
അതിനൊരു സാമൂഹ്യവൽക്കരിക്കുക, ജനകീയമാക്കി തീർക്കുക എന്നത് ചെയ്തതാരാ? നിയമസഭ. ഇപ്പോൾ ഞാനൊക്കെ വ്യക്തിപരമായി വാർത്തകളിൽ നിന്ന് കണ്ട ഒരാളാണ്. നിയമസഭ എന്നുള്ളത് വാർത്തയിൽ ഇങ്ങനെ കാണും. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് നിയമസഭ കാണാൻ പറ്റിയത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റും. പുസ്തകങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കട്ടെ, ഇതൊരു നമ്മൾ സ്വപ്നം പോലെ ഉണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും ഒന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അതിനുള്ള അവസരം ഒരുക്കി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മറ്റു സമയങ്ങളിലും നമുക്കിവിടെ കയറാനും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയില്ലല്ലോ. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച്, സാധാരണക്കാരെന്ന് ഉദ്ദേശിച്ച് ഞങ്ങളെ പോലെയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് സാധ്യമാവുന്ന ഒന്നല്ല ഉള്ളിലേക്ക്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കും. ജനങ്ങൾ ഏതൊരാൾക്കും അറിയാം. നമുക്കറിയാം കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള മേഖലയിലുള്ള ഭൂരിപക്ഷ ആളുകളും ഇവിടേക്ക് ഒഴുകിയെത്തി അത്രയ്ക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാത്രമല്ല പുസ്തക പ്രസാധക സംഘങ്ങൾ, അത് സമാന്തര പ്രസാധക സംഘങ്ങൾ കൂടി. അത് ഏതെങ്കിലും ഒരു മുഖ്യധാര പ്രസാധകരെ മാത്രമല്ല, എല്ലാ സമാന്തര പ്രസാധകരും ഒന്ന് ചേർന്നു, മുഖ്യധാര പ്രസാധകരും അതിനോടൊപ്പം ഒന്ന് ചേർന്നു, ജനങ്ങൾ ഒന്ന് ചേർന്നു, സാഹിത്യകാരന്മാർ മുഴുവൻ വന്നു, കലാകാരന്മാർ വന്നു, വിദ്യാർത്ഥികൾ, പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ വരെ ഇത് കാണാനായിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു പുസ്തകങ്ങളുടെ ഒരു ലോകം, സാമൂഹ്യ ലോകമൊക്കെ തുറന്നു കൊടുത്തത് ആരാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മറ്റൊന്ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടങ്ങുന്ന പിന്നെ സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഇതൊക്കെ സാഹിത്യ അക്കാദമി സർക്കാരിൻ്റെതാണല്ലോ. സമയത്ത് ഇത്തരത്തിലുള്ള ലോകത്ത് നമ്മൾ കാണാൻ ആഗ്രഹിച്ച മനുഷ്യരൊക്കെ സർക്കാർ കൊണ്ടുവരുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യരും അടങ്ങുന്ന, ബോളിവുഡിലെ അടങ്ങുന്ന ആളുകളെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ പ്രാവശ്യം വന്ന സുനിത വില്യംസ്, നമ്മൾ സ്വപ്നമായിരുന്നു സുനിത വില്യംസിനൊക്കെ കാണുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ സാധ്യമാക്കി. ഇപ്പോ സയൻസ് ഫെസ്റ്റിവൽ, ഞാൻ പറഞ്ഞ ലിറ്ററേച്ചർ മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാ ഫോക്ക് നാടകം, ഇതെല്ലാം സാധ്യമാക്കിയത് ആരാണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതിന്റെ മുന്നേറ്റങ്ങൾ എന്താണ്? ഒന്നും വേണ്ട, പുസ്തക ലോകത്തിന്റെ മുന്നേറ്റം എങ്ങനെയാണ് പൊതുവായിട്ട്? ഇതെല്ലാം സാധ്യമാക്കിയത് ആരാണെന്ന് മാത്രം നമ്മൾ ആലോചിച്ച്, ഇതിനു മുമ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലാതല്ലോ. അപ്പൊ അതിനെ ഇത്തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ സർക്കാർ വഹിച്ച പങ്ക് ചെറുതല്ല. നമുക്ക് വിമർശിക്കാം, ഇങ്ങനെ വിമർശിക്കാം, തള്ളാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊന്നും കാണാതെ പോകരുത്. ഇതിനു മുമ്പ് ഓർമ്മിക്കണം. ഈ 10 വർഷത്തെ മുമ്പുള്ള ഈ കാലം ഓർമ്മിച്ച് ഇത് ഓർമ്മിക്കണം. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു പലരും ഇതൊക്കെ മറന്നുപോയി. 10 വർഷം മുൻപ് ആയതുകൊണ്ടായിരിക്കും. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പറഞ്ഞതോടൊപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സാഹിത്യകാരന്മാരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ദുരന്തങ്ങൾ വന്ന സമയത്ത് എഴുത്തുകാരൊക്കെ അവരുടെ റോയൽറ്റിയുടെ ഭാഗം, ചിലർ റോയൽറ്റി മുഴുവനായി അത്തരം മേഖലകൾക്ക് നൽകി. ഇത് സർക്കാരിനോടുള്ളൊരു വിശ്വാസം കൊണ്ടാണല്ലോ കൊടുക്കുന്നത്. ഇതെല്ലാം ഇപ്പം DC ബുക്സ് അടങ്ങുന്ന പബ്ലിക്കേഷൻസ് എന്ത് ചെയ്തു? അവർ പ്രസാധക സംഘം എഴുത്തുകാരെ കൂട്ടി, ഇപ്പം ഞങ്ങൾ അടങ്ങുന്ന കുറേ എഴുത്തുകാരെ ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്നും അവർ തന്നെ നേരിട്ട് കൊടുക്കുന്ന സംരംഭങ്ങൾ ഉണ്ടായി. ഇതെല്ലാം സാധ്യമായത് ഏത് കാലത്താണ്? അപ്പം അത് നമുക്ക് നോക്കിയാൽ മതി, മറ്റൊന്നും വേണ്ട. ഒരു തിരിഞ്ഞു നോട്ടം ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ അതിനുള്ള ഉത്തരം കിട്ടും എന്ന് കരുതുന്നത്. വിമർശനത്തിന് അതീതമാണെന്നല്ല ഞാൻ. വിമർശനമൊക്കെ ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ വിമർശിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ മറന്നു പോകരുത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്. ഈ കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നതായിട്ടാണ് തോന്നുന്നത്? വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, പ്രൈമറി തലം മുതലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് ഇപ്പോൾ ടൂറ് പോലും, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ് എന്നാ പറയാം. ടൂറ് പോലും പ്രൈമറി ക്ലാസ്സിൽ പറയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുമെങ്കിലും മതി. നമ്മളൊക്കെ പഠിക്കുമ്പോൾ പറയാ ടൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ പോകാൻ ആഗ്രഹിക്കും, പക്ഷെ പൈസ ഉണ്ടാവില്ല. അപ്പൊ പൈസ ഇല്ലാതെ കുറച്ച് കുട്ടികൾ മാറി നിൽക്കുകയും കുറച്ച് കുട്ടികൾ മാത്രം ടൂർ പോയി അതിന്റെ അനുഭവം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലം. അതൊന്നൊക്കെ മാറിയില്ല. പാഠപുസ്തകങ്ങൾ എടുത്തു നോക്കൂ. പാഠപുസ്തകങ്ങൾ മാർച്ച് കഴിഞ്ഞിട്ടും ആ വർഷത്തെ പാഠപുസ്തകങ്ങൾ വരാത്ത കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് നോക്കൂ, വരാൻ പോകുന്ന അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പോലും റെഡി ആയിരിക്കുന്നു. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കൂ. ഭക്ഷണം കഞ്ഞിയിൽ നിന്ന് എത്ര ഗംഭീരമായ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ കഞ്ഞിയായിരുന്നു, മന്തി വരെ അല്ലേ ചാട്ടല് വന്ന ഒരു കാലം. അപ്പൊ പിന്നെ മന്ത്രിയായിട്ട് നേരിട്ട് ഇടപെടാനുള്ള, മറ്റു മന്ത്രി എത്രയോ വിദൂരതയിൽ നിൽക്കുകയും കുട്ടികൾ അതിലേറെ വിദൂരം നിൽക്കുന്ന ഒരു കാലമല്ലേ. പക്ഷെ ഇന്ന് നോക്കൂ,
കുട്ടികൾ തമ്മിൽ ഇടപെടാനുള്ള ഒരു പൂക്കി അപ്പൂപ്പനെ സ്പേസ്. അതെ അതെ, അപ്പൂപ്പ അങ്ങനെ മാറുന്നൊരു കാലം, കുട്ടികൾക്കിടയിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു കാലം. അതും നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ മാറ്റങ്ങൾ, സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് നൽകുന്ന എത്ര സ്കോളർഷിപ്പുകൾ വന്നു. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മാറ്റങ്ങൾ, 4 വർഷ FIUGP എന്ന് പറയുന്ന രീതിയിലേക്കുള്ള മാറ്റം, കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം വന്നു എന്നുള്ളതാണ്. അത് ഈ സിലബസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള പഴയ ക്യാമ്പസ് എടുത്ത് നോക്കിയാൽ മതി. പഴയ ക്യാമ്പസിൽ നിന്ന് എത്ര മാറ്റം. ഇപ്പം ഡിജിറ്റൽ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും, സ്കൂളുകൾ എടുത്ത് നോക്കൂ, പഴയ സ്കൂളിലെ ബാത്റൂം എടുത്ത് നോക്കൂ. ഈ കാലത്ത് ഒരു സ്കൂൾ അല്ലെ ഹൈടെക് വിദ്യാഭ്യാസം എന്ന രീതിയിലേക്ക് പരിണമിച്ചിട്ടുണ്ട്. അത് പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അതും നമ്മൾ കാണാതെ പോകരുത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും സംസാരിച്ചു. കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ചിലപ്പോൾ നടപ്പിലാവില്ല എന്ന് വരെ ചിന്തിച്ചിരുന്ന നാഷണൽ ഹൈവേ പോലെ, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി പോലെ, മലയോര ഹൈവേ പോലെ, വയനാട് പുനരധിവാസം പോലെ, നമുക്കൊക്കെ സ്വപ്നതുല്യമായിരുന്ന പല പദ്ധതികളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? അതും നേരത്തെ നമ്മൾ പറഞ്ഞു, വലിയ ഇപ്പോൾ വിഴിഞ്ഞതും പദ്ധതിയുടെ സ്വപ്നതുല്യമായ റോഡ് നമുക്കറിയാം അല്ലേ. അത് പൂർത്തിയായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് തമ്മിൽ ദൂരം എത്ര കുറഞ്ഞു എന്നറിയാം. വൈകാരിക ദൂരം മാത്രമല്ല, അല്ലാതെയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ദൂരം പോലും കുറയുന്ന തരത്തിലേക്ക് മാറുന്നു. പിന്നെ വയനാട് അടങ്ങുന്ന ദുരന്ത പ്രദേശങ്ങളിൽ സർക്കാർ പെട്ടെന്ന് ഇടപെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്രയും ജനകീയമായ നിലയിലേക്ക് അതിനെ വളർത്തിയെടുക്കുന്നു. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇപ്പോൾ തുരങ്കപാത വരാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എടുത്തു പറയാനാണെങ്കിൽ എണ്ണി പറയാൻ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ അത്തരം വലിയ പദ്ധതികളൊക്കെ നടക്കുമ്പോൾ പോലും കേരളത്തിൽ സമ്പൂർണമായും വലിയ പുരോഗതി, ഞാൻ പറയുന്നത് ഈ ബാഹ്യമായ പുരോഗതിയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പം ഈ മതബോധവും മറ്റ് ബോധ്യങ്ങളൊക്കെ ശക്തമാവുന്നൊരു കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. അത് പല വിഷയങ്ങളിലും, ശബരിമല അടങ്ങുന്ന വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ തിരിച്ചു വരുന്നൊരു കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രതിരോധിക്കപ്പെടും. എന്നാലും ഈ ഒരു ദ്വന്ദ്മുഖം പലപ്പോഴും ഇവിടെ വന്നു ചേരുന്നുണ്ട്. അതിന് സപ്പോർട്ട് കൊടുക്കുന്ന, പുരോഗമനം പറയുന്ന മനുഷ്യർ പോലും സപ്പോർട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മുഖം കൂടി മറ്റൊരു വശമുണ്ട്. എന്നാലും അതിനെല്ലാം മറികടക്കാനുള്ള പദ്ധതികൾ ഇപ്പുറത്തുണ്ട്. അത് ബാഹ്യമായ പദ്ധതികളുണ്ട്, അല്ലാതെ മനുഷ്യർക്കിടയിലുള്ള ആന്തരികമായ പദ്ധതികളൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും അതും ഇതിനൊപ്പം തന്നെ ഉള്ളതാണ്. അതും കാണാതെ പോകരുത്. നമ്മൾ കുറേ പറഞ്ഞോണ്ട് അല്ല, ഇതെല്ലാം നമ്മളൊന്ന് മറ്റൊന്നും ആലോചിക്കണ്ട, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമുക്ക് എന്നാൽ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് സ്വതന്ത്രമായി വിമർശിക്കുകയും ചെയ്യണം. കാരണം വിമർശനത്തിന് അതീതരല്ലല്ലോ ഒരു സർക്കാരും. വിമർശിക്കപ്പെടണം. പക്ഷേ അതിനിടയിൽ ഇത്രയും വർഷക്കാലത്തെ ചരിത്രം നമ്മൾ നോക്കുകയും വേണം. ഒരു തിരിഞ്ഞു നോട്ടം ചെയ്യണം. അപ്പോൾ വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും സ്വന്തം അനുഭവങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ചർച്ച തീർച്ചയായും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പലതും നമ്മൾ കാണേണ്ടതുണ്ട്, പലതും തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് കേരള പച്ചയുടെ ഭാഗമായതിന് നന്ദി. സന്തോഷം.